സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അവരവരുടെ വിശ്വാസം വെച്ച് എല്ലാം നന്നാവണേ, മംഗളകരമാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വ്യായാമോദവളാവകുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ഹൃദാനന്ദാത്മികാമീശ്വരീ. പ്രിയമുള്ളവരെ, 01 മീഡിയ ക്രിയേഷന്റെ ബാനറിൽ ഇന്ന് പുതിയൊരു പ്രോജക്റ്റിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആമേൻ എന്നാണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഇതിലത്തെ അഭിനേതാക്കള് എന്ന് പറയുന്നത് ഈ കുടുംബത്തില് 3 പേര് കൂടി ഉൾപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമും കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഷോർട്ട് ഫിലിമിനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ പുതുമകളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ബാക്കി എല്ലാവരും പഴയ ആളുകൾ തന്നെയാണ്. ചെറിയൊരു കോൺസെപ്റ്റാണ്. ഞാൻ ഇന്നലെ ഈ വീട് കാണാനായിട്ട് പ്രത്യേകിച്ച് ധർമ്മേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് കാട്ടിയപ്പോഴേ ഞാൻ നാളെ പാലുണ്ണി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിന് തുടക്കം കുറിക്കുകയാണ്. അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു വീട് അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ വീട് ഞാൻ കണ്ടെത്തുന്നത്. പക്ഷെ പാലുണ്ണിക്ക് എനിക്ക് വേറൊരു വീട് കിട്ടിയത് കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ചെയ്യണം എന്ന ആലോചനയിലാണ് നമ്മൾ ആമേനിലേക്ക് എത്തിയത്. ഇന്നലെ രാവിലെക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ചെറിയൊരു കൺസെപ്റ്റിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്, എല്ലാ വീടുകളിലും നമുക്കറിയാം പ്രായാധികം കൊണ്ട് കെടുപ്പിലായ അല്ലെങ്കിൽ രോഗം കൊണ്ട് കെടുപ്പിലായ മാതാപിതാക്കളോടുള്ള മക്കളുടെ ശ്രദ്ധ കുറവും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റിന്റെ ഇതിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത്, പ്രായമായവരെ ആളുകളെ നമ്മൾ കുടുംബത്തോടും നമ്മളോടും ചേർത്ത് പിടിക്കാനാണ് നമ്മൾ പറയുന്നത്. അതൊരു നല്ലൊരു മെസ്സേജിലൂടെ നമുക്ക് ഈ ആമേൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ കഴിയണം. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 4:30 വീട് ഒഴിഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് പ്രോഗ്രാം ഉള്ളതാണ്. 4:30 കഴിയുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഇതിൽ എല്ലാവർക്കും പ്രധാനപ്പെട്ട റോളുകൾ ഉണ്ട്. ഇതിൽ ഇവിടുത്തെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ലിലി ചേച്ചിയാണ്. മകനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ബാബു. മകന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ലിബിതയാണ്. 2 മക്കളാണ്. മോളുടെ പേരെന്ത്? അൻസ. മോളുടെ ഗൗരി. ഇവര് 2 പേരും മക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ സിസ്റ്ററായിട്ടാണ്, ലിലി ചേച്ചിയുടെ ബ്രദറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ അടുത്ത് വളരെ ബന്ധുവായിട്ടുള്ള ഒരു അപ്പാപ്പനായിട്ടാണ് നമ്മുടെ ഡേവിസ് ആയിട്ട് അഭിനയിക്കുന്നത്. ഇതിലൊരു പള്ളിയിലെ അച്ഛനായിട്ടാണ് നമ്മുടെ അനില് അഭിനയിക്കുന്നത്. ധർമ്മേട്ടൻ കപ്പിയാരായിട്ട്. അപ്പൊ ഇതിലത്തെ അഭിനേതാക്കൾക്ക് എല്ലാവർക്കും ക്ലിന്റ് എന്ന് പറയുന്ന ക്ലിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇതിൽ അഭിനയിക്കുന്നത്. ക്ലിന്റിന് ഞാൻ ഇന്നലെ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലിന്റിനെ വിളിക്കുന്നത്. കാരണം ക്ലിന്റിനെ ഞാൻ ഇതിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ക്ലിന്റിന്. പക്ഷെ ക്ലിന്റിന് വളരെ പ്രധാനപ്പെട്ട റോളാണ്. ലിലി ചേച്ചിയുടെ മകന്റെ മൂത്ത മകൻ, ഇത് ഇളയ മകന്റെ മൂത്ത മകന്റെ കുട്ടിയാണ്. പക്ഷെ വീട്ടിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിക്കാത്ത ഈ ചപ്ര മുടിയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ലിലി ചേച്ചി എന്ന് പറയുന്ന അമ്മാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോനാണ് ക്ലിന്റ്. ടോണി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ടോണിയുടെ വരവാണ്. പക്ഷെ ടോണിനെ തടയിടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇദ്ദേഹവും വൈഫും കൂടി അവഗണിക്കുന്നത്. അപ്പൊ ടോണിയിലൂടെയാണ് തുടങ്ങുന്നത്. ടോണിയുടെ ഒരു കരച്ചിലൂടെയാണ്
ഇത് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ അവസാനം ഒരു ചിരിയിലൂടെയാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ടോണിക്ക് ക്ലിന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ ആമയിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. 2 വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനിൽ പറയും. എല്ലാവരും സ്പീഡായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ അവസാനിക്കാം. സുരേഷന്റെ കയ്യിലിരിക്കുന്ന എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല. അതെ, ഇല്ല, ചെറുതാണ്. മാക്സിമം എല്ലാവർക്കും, ഒരാൾക്കും ഡയലോഗ് ഇല്ലാതെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. എല്ലാവർക്കും അത്യാവശ്യം ഡയലോഗ് ഉണ്ടാവും. ലിപിതയ്ക്ക് 2 വാക്ക് പറയാനുണ്ടെങ്കിൽ ഒന്നും പറയണം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. എന്തായാലും സുരേഷ് ചേട്ടയില് കുറെ പ്രൊജക്ട് ആയി ഞാൻ ചെയ്യണേ. ഇനിയും ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ കിട്ടട്ടെ. എന്തായാലും എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോ ഒരു പ്രത്യേക എന്താ പറയാ, ഭയങ്കര സന്തോഷാണ്. സുരേഷന്റെ ചെറുതോ വലുതോ ഒന്നും ആദ്യമൊക്കെ ഞാൻ വലിയ പലൊക്കെ പിടിച്ചിരുന്നു. സുരേഷ് ചേട്ടാ ഞാൻ പ്രധാന കഥാപാത്രം ഉണ്ടെങ്കിലേ വരുള്ളൂ, നല്ല നായകനുണ്ടെങ്കിലേ വരുള്ളൂ, അങ്ങനെ പല അഭ്യാസങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഏത് റോള് എന്നുള്ള ചോദ്യം ഇല്ല സുരേഷ് എന്നോട്. ലിപിത അഭിനയിക്കാണ്ട് വരൂ, ശരി ചേട്ടാ റെഡി, ഏതാണ് വേഷം, ഓക്കെ വരികയാണ് അങ്ങോട്ട്, ഓക്കെ. അത്ര സന്തോഷമുണ്ട് ഒരു സെറ്റിൽ വരുമ്പോ. അതാണ് എന്തായാലും വളരെ സന്തോഷം. ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല. നാളത്തേലും ഞാൻ തന്നെയാണ്, വളരെ സന്തോഷം. ബാബുന് ഒരു 2 വാക്ക് പറഞ്ഞു. ബാബു വാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അല്ലേ, ആദ്യമായിട്ടാണ് ഇവിടെ അഭിനയിക്കാൻ പോണത്. അപ്പൊ അതിന്റെ കുറേമാർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളും ഇതൊക്കെ ഇവിടെ എത്തേ നോക്കിട്ട് കാര്യമില്ല. അതിന്റെ പിന്നില് കുറെ നാളത്തെ കഷ്ടപ്പാടല്ലേ. ഞാനൊക്കെ ഒരു 100-ൽ പരം ചെയ്തിട്ടുണ്ട്. അനുസരണൊക്കെ നോക്കി ഇപ്പൊ 1000-നടുത്തുണ്ടായിരിക്കും. പക്ഷെ അതല്ല, മറ്റേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ വ്യത്യാസം വേറെയാണ്. അമ്മയുടെ 2 വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കാം. നമ്മള് നമ്മുടെ ജീവിതത്തില് പ്രായത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ഇതില് നമുക്ക് പങ്കുചേരാനും നമ്മുടെ ഭവനത്തില് ഇങ്ങനെ ഒരു നാടകം അഭിനയിക്കാനും നമ്മളെ ഒരുക്കിയതിന് ഞാൻ ദൈവത്തിനോട് വളരെയധികം നന്ദി പറയും. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ധർമ്മേട്ടാ, ക്ലിന്റ്. കയ്യുമുള്ള വട്ടക്കെട്ടൊക്കെ ഒഴിവാക്കുക. കപ്പ്യാരാവില്ല. അതൊന്ന് ഓഫ് ചെയ്തോ.